ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സ് അരീനയിലേക്ക് സ്വാഗതം. ഞാൻ അബ്ദുസലാം. ഇന്നത്തെ വീഡിയോ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കോഴികൾക്കെല്ലാം നല്ലൊരു തീറ്റയാണ്. അതുപോലെ തന്നെ അതിൽ നിന്നുള്ള വെള്ളം ഒരു വളമാണ്. അതിൽ വേസ്റ്റും നല്ലൊരു വളമായിട്ട് കമ്പോസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് ചെയ്യുന്നതിൻ്റെ ഒരു ബക്കറ്റ്, അത് സാധാരണ എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്, ബക്കറ്റിൽ ചെയ്യുന്നതാണ്. നമ്മൾ മുമ്പ് ഒരു ഫിൽറ്റർ ചെയ്തിരുന്നു കോഴിക്കാർപ്പിന് വേണ്ടി. ആ ബക്കറ്റിൽ നമ്മൾ BSFൻ്റെ ബോക്സ് ഉണ്ടാക്കുകയാണ്. വീഡിയോ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. കാരണം ഇതിൽ നമ്മൾ പൈപ്പെല്ലാം നമ്മൾ ആദ്യമേ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. BSF ബക്കറ്റിനുള്ള എല്ലാ സാധനവും നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതിന് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. എല്ലാം സെറ്റ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാം. നമ്മൾ ആദ്യമേ ഫിൽറ്ററിനെ ഉപയോഗിച്ചിരുന്നതാണ് ഇത്. ഫിൽറ്ററിൽ നിന്ന് പോകുന്ന ഡ്രെയിനേജ് വാട്ടറിനായിട്ടുള്ള ഒരു പൈപ്പായിരുന്നു ഇത്. ത്രെഡുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ത്രെഡ് ചെയ്തുകൊണ്ട് സൂക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. 20 ലിറ്ററിൻ്റെ പെയിൻറ്റിൻ്റെ ബക്കറ്റാണ്. ബക്കറ്റിൻ്റെ മൂടി തന്നെയാണ് നമ്മൾ ഇതിന് ടോപ്പായിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ പെയിൻറ്റ് ബക്കറ്റുകളിൽ ഒരു ചെറിയ ഹോളും കൂടി വരുന്നതാണ്. അതിലൊരു ചെറിയ മൂടിയും വരും. നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ മൂടിയുടെ ഭാഗത്ത് ഒരു പൈപ്പിന് വേണ്ടിയുള്ള ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തതിലൂടെ നമ്മൾ ഇതിലേക്ക് ഒരു പൈപ്പ് കണക്ട് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നത് നമ്മുടെ BSFൻ്റെ ഫ്ലൈകൾ മുട്ടയിടാനും ഉള്ളൊരു നെറ്റ് വെക്കാനുള്ളതാണ്. അതിനുള്ളിൽ അതിൻ്റെ പുറം ഭാഗത്തൊരു ടീ ആണ് ചെയ്യുക. ഈ പച്ച പൈപ്പ് ഉപയോഗിക്കുന്നത് ലാർവകൾ പുറത്തേക്ക് വരുവാനാണ് ഉപയോഗിക്കുന്നത്. ഈ PVC പൈപ്പ് ഒരു പഴയ PVC ആണ്. ഇതിലൂടെയാണ് ലാവകൾ നമ്മൾ കളക്ട് ചെയ്യാനുള്ള സിസ്റ്റം ചെയ്യുന്നത്. മൂടിയുടെ ഭാഗം എങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് വേണ്ടത് 2 വലയാണ് വേണ്ടത്. അതിലൊന്ന് നല്ലപോലെ പഴയതാണ്, മറ്റൊന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒന്ന് ഉപയോഗിക്കുന്നത് അതിലേക്ക് മുട്ടയിടാനുള്ള ഒരു സ്പോഞ്ച് പോലെയുള്ള ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മളെല്ലാം കുളിക്കുമ്പോൾ ശരീരം ഒരുക്കുന്ന സ്ക്രബ്ബറെല്ലാം ഇതിനു വേണ്ടി ഉപയോഗിക്കാം. മറ്റൊന്ന് ഇതിൻ്റെ വലയാണ്. ഇത് നമ്മൾ പഴയ കിണറിൻ്റെ വലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 2 കിണറിൻ്റെ വല തന്നെയാണ്. ഒന്ന് നല്ലപോലെ ചുരുട്ടി റോൾ ചെയ്തിട്ട് അകത്ത് വെക്കുകയും ഈ വല ഇത് അകത്തേക്ക് വീഴാതിരിക്കുവാൻ വേണ്ടി പുറത്ത് ഭാഗം കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഈ മൂടിയിലേക്ക് ഫിറ്റ് ചെയ്യാം. ഈ ഭാഗം നമുക്ക് താഴെ ഭാഗത്തേക്കാണ് ഫിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ഒരു പ്രാവശ്യം ഉപയോഗിച്ച സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചിലവ് വന്നിട്ടില്ല. റെഡ്യൂസർ വരുന്ന ഭാഗം താഴെ ഭാഗത്തും ടീ വരുന്ന ഭാഗം മുകൾ ഭാഗത്തും ഫിറ്റ് ചെയ്താൽ നമ്മുടെ മൂടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ബക്കറ്റിൽ ചെയ്യാനുള്ളത് നോക്കാം. ഈ PVC പൈപ്പ് പണ്ട് പ്ലംബിങ്ങിന് ഉപയോഗിച്ചിരുന്ന ഒരു പൈപ്പായിരുന്നു. ഇതിൽ നമുക്ക് രണ്ട് ഹോൾ ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് ആ പച്ച പൈപ്പ് കണക്ട് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഉപയോഗിച്ച ഒരു ടീ കിട്ടിയപ്പോൾ നമ്മൾ ആ ടീ ഇതിലേക്ക് കണക്ട് ചെയ്ത് പച്ച പൈപ്പ് ചൂടാക്കി ബെൻഡ് ചെയ്തിട്ടാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം പച്ച പൈപ്പ് പഴയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ചൂടാക്കിയിട്ട് ഇത് ബെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇത് ഫ്ലെക്സിബിളായിട്ട് ഇതിൽ നിൽക്കില്ല. ഇനി ലാർവ കളക്ട് ചെയ്യാനുള്ള ബോട്ടിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മൂടി പൊട്ടിയത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഇൻസുലേഷൻ ചുറ്റിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഹോളിന് വേണ്ടി കട്ട് ചെയ്തെടുത്തും ചെറിയ രീതിയിൽ ഇൻസുലേഷൻ കൊടുക്കുന്നുണ്ട്. PVCയുടെ പുറം ഭാഗത്തുള്ള അറ്റത്ത് ഈ ബോട്ടിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കാണ് ലാവ കളക്ട് ആവുന്നത്. BSF ബക്കറ്റിൻ്റെ വർക്ക് ഇതോടുകൂടി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പായ് വസ്തുക്കൾ ഇട്ടാൽ മതി. BSF ബക്കറ്റ് കുറച്ച് ഹൈറ്റിലാണ് വെക്കേണ്ടത്. നിലത്ത് വെച്ചാൽ നായകളെല്ലാം തട്ടിമറിച്ചിടാൻ സാധ്യതയുണ്ട്. ലാർവകൾ എത്രയും പെട്ടെന്ന് വരാൻ ഏറ്റവും നല്ല വേസ്റ്റ് ചക്കയാണ്. ചക്കയുടെ വേസ്റ്റ് ഇടുന്നതാണ് പെട്ടെന്ന് തന്നെ ലാർവ വരുന്നതാണ്. അതിൽ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ മിശ്രിതം ഇതിൻ്റെ പുറം ഭാഗത്ത് അടിച്ചിട്ടുണ്ട്. 2 ദിവസത്തിന് ശേഷം ചെറിയ രീതിയിലെല്ലാം പുഴുക്കളെല്ലാം വന്നിട്ടുണ്ട്. പഴയ രീതിയിൽ ചെയ്തപ്പോൾ 4 ദിവസത്തോളം പുഴുക്കളൊന്നും വന്നിരുന്നില്ല. പിന്നീട് പുതിയ ടീയും അതുപോലെ തന്നെ പച്ച പൈപ്പ് ചൂടാക്കി വളച്ച് വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് പുഴുക്കൾ വന്നത്. പഴുത്ത ചക്കയിൽ നിന്നുള്ള മണം വളരെ പെട്ടെന്ന് തന്നെ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈനെ ആകർഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവ വന്ന് മുട്ടയിടുകയും പെരുകുകയും ചെയ്യും. ഇനി ഇതിലെ വേസ്റ്റ് വെള്ളം നമുക്ക് കളക്ട് ചെയ്യാം. ഇതിൽ വേസ്റ്റ് വെള്ളം നിൽക്കുന്നത് ഈ പുഴുകൾക്ക് ഒട്ടും നല്ലതല്ല. പെട്ടെന്ന് തന്നെ ഇത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈ വേസ്റ്റ് വെള്ളം നമുക്ക് മരങ്ങൾക്കെല്ലാം കുറച്ച് ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ 5 ഇരട്ടി വെള്ളം എടുത്ത് വേണം ഉപയോഗിക്കാൻ. അല്ലാത്ത പക്ഷം ഇത് വളരെ വീര്യം കൂടിയതാണ്. ഇതിൽ ചക്കയും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല വേസ്റ്റ് വെള്ളമുണ്ട്. ഇനി ലാർവകളെ നമുക്ക് കോഴികൾക്ക് കൊടുക്കാം. ഈ ലാർവ വളരെ പ്രോട്ടീൻ സമ്പുഷ്ടമാണ്. അതുപോലെ തന്നെ
പക്ഷികൾക്കെല്ലാം നല്ലതാണ്. ഇത് മീനുകൾക്കും കൊടുക്കാവുന്നതാണ്. വീട്ടിലെ ജൈവമാലിന്യങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഈ BSF. കാരണം ഇത് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, പകരം ഉപകാരമാണുള്ളത്. ഇതിൽ നിന്ന് വലിയ മണമോ ഒന്നും വരുന്നില്ല. നമ്മൾ നല്ലപോലെ മൂടി വെക്കുന്നതാണ്. നമ്മുടെ ജൈവമാലിന്യങ്ങൾ അങ്ങിങ്ങായി കിടക്കുന്നതോ അതുപോലെ തന്നെ അതിൽ ഈച്ച, കൊതുക് എല്ലാം വരുന്നു ഒന്നും ഉണ്ടാവുകയില്ല. ഈ ബക്കറ്റിൽ അടച്ചു വെക്കുന്നത് കൂടി തന്നെ നമുക്ക് നല്ലൊരു വളവും കൂടി ലഭിക്കുന്നതാണ്. കോഴികൾക്കെല്ലാം നല്ലൊരു തീറ്റയും ലഭിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിലൊരു BSFൻ്റെ ബോക്സ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റിൽ അറിയിക്കുക.